Hello everyone, welcome back to my channel. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിൽ നിന്ന് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് ഡിലീഷൻ നടക്കുക? ഒന്ന് നമുക്ക് ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യാം. ദെൻ എങ്ങനെയാണ് ലാസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു പൊസിഷൻ തന്നിട്ട് എങ്ങനെയാണ് ആ നോഡിനെ ഇപ്പോൾ പർട്ടിക്കുലർ പൊസിഷനിലുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിനെ എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3 നോഡ്സ് ആണ് ഇവിടെ ഉള്ളത് ലിങ്ക് ലിസ്റ്റിൽ. ദെൻ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് 1000 ലൊക്കേഷനിലുള്ള ഈ നോഡിനെയാണ്. അതാണ് ഫസ്റ്റ് നോഡ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ ലിങ്ക് ലിസ്റ്റിലുണ്ടായിരിക്കും. അത് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഫസ്റ്റ് നോഡിലെ ലിങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിനെയാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നോഡ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഹെഡ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് നോഡായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഈ ഒരു നോഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് പോവാണ്. ദെൻ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോഡിലോട്ടായിരിക്കും അല്ലേ. അത് മാത്രമല്ല നമ്മൾ എക്സ്ട്രാ ഒരു ടെമ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടേ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോഗ്രാം പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ടും ഇവിടെ നടക്കുന്നത് ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റിനെ അപ്ഡേറ്റ് ചെയ്യണം, അതിൻ്റെ അഡ്രസ്സിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് 1000 ആണെന്ന് ഞാൻ കൊടുത്തേക്കണേ. ഇവിടെ ഞാൻ ഡിലീഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കോഡ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് ഇതിലില്ല. അപ്പോൾ അത് ആവശ്യമായിട്ടുള്ളവർക്ക് ഇൻസേർഷനിൽ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോഡ് ക്രിയേഷന് വേണ്ടിയിട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഡാറ്റ പാർട്ടിനെയും അഡ്രസ് പാർട്ടിനെയും റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഹെഡ് ഈക്വൽ ടു ഡെൽ ഫസ്റ്റ് ഓഫ് ഹെഡ്. ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തേക്കാണ്. അപ്പോൾ ഡിലീഷൻ ഇവിടെ നടക്കുന്നത് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡെൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഹെഡ് എന്ന് പറഞ്ഞ പോയിന്ററാണ് പാസ് ചെയ്യുന്നത്. ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ എന്തുകൊണ്ട് ഇവിടെ പാസ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എപ്പോഴും എവിടെയുണ്ടായിരിക്കുക? ഹെഡ് പോയിന്ററിലായിരിക്കും. അതുകൊണ്ടാണ് ഹെഡ് പോയിന്ററിനെ നമ്മൾ പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹെഡിൻ്റെ വാല്യൂ നമുക്ക് 1000 ആണെന്ന് ഇവിടെ അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിലോട്ട് മൂവ് ചെയ്യും അല്ലേ കൺട്രോൾ. ദെൻ ഫംഗ്ഷൻ ഡെഫിനേഷനിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ പ്രിന്റ് എഫ് ലിസ്റ്റ് ഈസ് എംപ്റ്റി. അതായത് ഹെഡിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ ലിങ്ക് ലിസ്റ്റിൽ ഡാറ്റ ഒന്നും ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. എൽസ് കണ്ടീഷൻ, എൽസ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ടെമ്പിലേക്ക് ഏത് വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്? ഹെഡിൻ്റെ അഡ്രസ് ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇതാണ് ഹെഡ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഹെഡ് ഈക്വൽ ടു ഹെഡ് ലിങ്ക് എന്ന് വെച്ചാൽ അപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് 1000ലോട്ടാണ് അല്ലേ. ദെൻ ഹെഡ് ലിങ്ക് എന്ന് പറയുമ്പോൾ ഹെഡിൻ്റെ ലിങ്ക് എത്രയാണ്? 2000. ദെൻ ഇപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് 2000ലോട്ടായിരിക്കും. ഓക്കെ, ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 2000ലോട്ടാണ്. ദെൻ ടെമ്പിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ടെമ്പിൽ 1000 എന്ന് പറഞ്ഞ അഡ്രസ് ആണ് ഉള്ളത്. ദെൻ ഫ്രീ ഓഫ് ടെമ്പ് എന്ന് പറയുമ്പോൾ ഈ 1000ലുള്ള നോഡിനെ ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് നോഡിനെ ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഇതാണ് ഡിലീഷന് വേണ്ടിയിട്ടുള്ള കോഡ്. ഫ്രീ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ ഓഫ് ടെമ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോഡിനെ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാണ്. ടെമ്പിൽ എന്താ ഉള്ളത്? 1000, അതായത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. അങ്ങനെ ഇവിടെ ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ റിട്ടേൺ ഹെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ വാല്യൂ ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എത്രയായിരിക്കും? ഹെഡിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. ദെൻ ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 2000ലോട്ടാണ്. ഇപ്പോൾ 2000 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു നോഡ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ദെൻ ഈ രണ്ട് നോഡ്സ് മാത്രമാണ് ലിങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 2000 ആണ്. ഈ 2000 ഹെഡിലോട്ട് അസൈൻ ചെയ്യുന്നു. അഗെയിൻ PTR ഈക്വൽ ടു ഹെഡ്. PTRൻ്റെ വാല്യൂ ഇവിടെ 2000 ആക്കി സെറ്റ് ചെയ്യും. ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ലിങ്ക് ലിസ്റ്റിലുള്ള ഡാറ്റേനെയൊക്കെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫസ്റ്റ് നോഡിനെ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് നോഡ് ആയതുകൊണ്ട് തന്നെ ഹെഡിലായിരിക്കും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഹെഡിൻ്റെ പോയിന്റർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ലാസ്റ്റ് പൊസിഷനിൽ നിന്ന് ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. താങ്ക് യു.